കോഴിക്കോട് ADM-നെതിരെ ഭരണപക്ഷ സർവീസ് സംഘടനയായ NGO യൂണിയന്റെ പ്രതിഷേധം. ADM-ന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധം. 8 റവന്യൂ ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, എന്താണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം? അനുജ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വകുപ്പ് മാറ്റം നടത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു. ഈ ഉത്തരവ് പിൻവലിക്കണം. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ ഒരു സ്ഥലമാറ്റമുള്ളത്. ADM വാക്ക് പാലിക്കണം തുടങ്ങിയ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആദ്യം ADM-ന്റെ ഓഫീസിന് മുന്നിലായിരുന്നു സമരം നടത്തിയതെങ്കിൽ ഇപ്പോൾ കളക്ടറുടെ ചേംബറിന് മുന്നിലേക്കും ഈ സമരം വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കളക്ടറുടെ ചേംബറിന് മുന്നിൽ നടത്തുന്ന സമരമാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കൊയിലാണ്ടി ആനയിടഞ്ഞ ഒരു സംഭവ സമയത്ത് ആ ദിവസമായിരുന്നു ഇത്തരത്തിൽ ADM-നെ ഉപരോധിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് കൃത്യസമയത്ത് ADM-ന് ആ കൊയിലാണ്ടിയിൽ എത്താൻ പറ്റിയില്ല. ഇത്തരത്തിൽ 6 മണിക്കൂറോളം സമയം ADM-നെ ഉപരോധിച്ചു, ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ADM-ന്റെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി അംസ കണ്ണാട്ടിൽ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയായിരുന്നു കേസ്. അന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായി. അതിനെ തുടർന്ന് ഒരാഴ്ചത്തേക്ക് ഈ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാൽ കളക്ടർ ഇവിടെ ഉണ്ടായിരുന്നില്ല. കളക്ടറാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു ഉത്തരവ്, അതായത് വകുപ്പ് മാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നാൽ ആ സ്റ്റേ ഇന്നലെ കഴിഞ്ഞു. തുടർന്ന് ഇന്ന് ഈ ഒരു വകുപ്പ് മാറ്റം പ്രാബല്യത്തിൽ വന്നു. ഈ ഒരു ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ NGO യൂണിയന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ADM ഇപ്പോൾ അവിടെ ADM-ന്റെ റൂമിൻ്റെ അകത്തുണ്ട്, പുറത്തും ഒപ്പം തന്നെ കളക്ടറുടെ ചേംബറിന് മുന്നിലുമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ADM-ന്റെ നിലപാട് കളക്ടറാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണല്ലോ. എന്തെങ്കിലും അനുനയ നീക്കങ്ങൾ ഉണ്ടോ? കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതകൾ വല്ലതുമുണ്ടോ സമരക്കാരുമായി കളക്ടർ? അനുജ, അല്പസമയം മുമ്പ് ADM-നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ADM പറഞ്ഞൊരു കാര്യം, ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കളക്ടറാണ്. കാരണം കളക്ടർ ഇല്ലാത്ത ഒരു സമയത്തായിരുന്നു ഇത്തരത്തിൽ ADM-ന് ഇൻചാർജ് ഉണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരം ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നായിരുന്നു വലിയൊരു പ്രതിഷേധത്തിന് 6 മണിക്കൂറോളം ADM-നെ തടഞ്ഞു വെച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നായിരുന്നു കേസും മറ്റു കാര്യങ്ങളെല്ലാം വന്നത്. നിലവിൽ ഇപ്പോൾ ADM നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ADM-ന്റെ ഓഫീസിന് മുന്നിലാണ് കോഴിക്കോട്ട് ഭരണകക്ഷി സംഘടന NGO യൂണിയന്റെ നേതൃത്വത്തിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം നടക്കുന്നത്. 8 റവന്യൂ ജീവനക്കാരെ ചട്ടലംഘനം ആയി സ്ഥലം മാറ്റി എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ തീരുമാനം പിൻവലിക്കുക എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നു. കളക്ടറുടെ ചേംബറിന് മുന്നിലും പ്രതിഷേധം നടക്കുന്നുണ്ട്.